ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഹുവായ് P30 പ്രോയിൽ EMUI 11 ബീറ്റ വെർഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം എന്നാണ്. അതിലുള്ള ചെറിയ ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ആദ്യം ഞാൻ ഫീച്ചേഴ്സ് കാണിക്കാം, എന്നിട്ട് ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിന് ആനിമേഷൻസൊക്കെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. അതിന് സ്മൂത്തനിങ് ആണ്. പിന്നെ ഇതൊക്കെ വരുന്നത് ടൈൽസൊക്കെ കുറച്ചും കൂടി ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി ഒരു ആനിമേറ്റഡ് ഇതുള്ള വരുന്നുണ്ട്. മൊബൈൽ ഡാറ്റ ഓൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ ടൈൽസിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് ഇതിൽ. പിന്നെ റെക്കോർഡർ, അതേപോലെ കാൽക്കുലേറ്റർ, പിന്നെ അതേപോലെ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു എക്സ്ട്രാ സ്വിച്ചൊക്കെ, ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്ട്രാ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒന്നാമതായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ആനിമേഷനാണ്. ഭയങ്കര രസമായിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആനിമേഷനാണ് എല്ലാതും വരുന്നത്. കണ്ടില്ലേ, വളരെ സ്മൂത്താണ്. അതിൽ ആപ്പിളിൻ്റെ ഒക്കെ പോലുള്ള ആനിമേഷനൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ മൾട്ടി ടാസ്കിങ് വളരെ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററൊക്കെ പുതിയ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. മുന്നത്തെ കാൽക്കുലേറ്റർ പോലല്ല. ഇതിലിപ്പോൾ നമുക്ക് ഇത് സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ പറ്റില്ലായിരുന്നു. പിന്നെ അതേപോലെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ഒരു മിനിമൈസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ മിനിമൈസ് ചെയ്താൽ ഇത് ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കണമെങ്കിൽ നോക്കാം, എന്നിട്ട് ഇവിടെ നോക്കിയിട്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അത് അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര സൗകര്യമാണ്. അങ്ങനെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷനുകൾ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കാം, എന്നിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യാം. അതൊന്നൊരു പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ള മെയിൻ മാറ്റങ്ങൾ. ഡിവൈസ് ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ വെർഷൻ കാണിച്ചു തരാം. ഇതിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയാൽ EMUI 11 ഇപ്പോൾ ഇതിലുള്ളത്. ഇതാണ് ഇതിൻ്റെ വെർഷൻ നമ്പർ. പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ട് കിടക്കും. കാരണം നമ്മൾ ബീറ്റ വെർഷനാണ് ഇത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബഗ്ഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ്, ഇപ്പോൾ പവർ, GPS അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഡിവൈസ് ഹുവായിൻ്റെ P30 Pro ആണ്. പിന്നെ അതേപോലെ വോഗ് L29 ആണ് വെർഷന്. UAE വെർഷനാണ്. ഇതൊക്കെ മിഡിൽ ഈസ്റ്റാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യലെന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യണം നമ്മൾ. ഇത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യാൻ സിമ്പിളായിട്ട് ഇതാണ് ഗൂഗിളിൽ കയറിയിട്ട് ഹുവായ് ബീറ്റ APK എന്ന് അടിച്ചാൽ മതി. ഈ സൈറ്റിൽ കയറുക, ഫസ്റ്റ് തന്നെ വരുന്നത് ഹുവായിൻ്റെ സൈറ്റിൻ്റെ അതിൽ കയറുക, എന്നിട്ട് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതിൽ കയറുമ്പോൾ പിന്നെ ഫസ്റ്റായിട്ട് ഇത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് തുറക്കുമ്പോൾ ഇമെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഓക്കെ. എന്നിട്ട് അതിൽ താഴെ 2 ടാബ് കാണാൻ പറ്റും, റിപ്പോർട്ടും പിന്നെ അതിൽ എടുത്താൽ ജോയിൻ പ്രൊജക്റ്റ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ അവിടെ കൊടുത്താൽ ഇതിപ്പോൾ മൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ അവൈലബിൾ പ്രൊജക്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ അവൈലബിൾ പ്രൊജക്റ്റ് എടുത്തിട്ട് അപ്പോൾ ഇവിടെ കാണിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് കാണിക്കാത്തത്. അന്നേരം ഇവിടെ കാണിക്കും അവൈലബിൾ പ്രൊജക്റ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അത് സെലക്ട് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് അപ്രൂവൽ കിട്ടിയാൽ, എനിക്ക് അന്ന് തന്നെ അതിൻ്റെ ഡൗൺലോഡ് വന്നിട്ടില്ല. ഒരു 4 ദിവസം 4-ാമത്തെ ദിവസമാണ് എനിക്ക് അപ്ഡേറ്റ് വന്നത് ഫോണിൽ. ഞാനത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4-ാമത്തെ ദിവസമാണ് ഫോണിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോട്ടൽ എത്ര പാർട്ടിസിപ്പേറ്റ് ഉണ്ട്? 200 പാർട്ടിസിപ്പേറ്റാണ് ഉള്ളത്. അതിലിപ്പോൾ 64 ആയതുള്ളൂ. ഇതുവരെ 64 ആയിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഒരു ബഗ് എന്ന് പറയാനിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, അതിൽ ആപ്സിൽ പോയാൽ, അപ്പോൾ അത് മുന്നത്തെ അപ്ഡേറ്റിലൊക്കെ ഉള്ളതാണ്, ഇതിലത് ഫിക്സ് ആയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഞാൻ ചില ആപ്ലിക്കേഷൻ ഇതിൽ ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിതാ ഗൂഗിൾ ഡുവോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഡിസേബിൾഡാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മളത് ഡാർക്ക് തീമിലേക്ക് വരുമ്പോൾ പിന്നെ അത് ഇവിടെ ആ എഴുത്ത് ഇവിടെ കാണിക്കുന്നില്ല ശരിക്കും. അപ്പോൾ ഡുവോ എന്നുള്ളതിൻ്റെ ഇവിടെ അത് കാണിക്കുന്നില്ല. ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ മാത്രമേ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നം ഇപ്പോൾ അത് EMUI 10-ലുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു, ഡാർക്ക് മോഡ് വന്ന മുതലേ ഉണ്ട് ഈ പ്രശ്നം. അവരിതുവരെ ഫിക്സ് ആക്കിയിട്ടില്ല അത്. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇതുവരെ ഈ ഒരു പ്രശ്നമേ കണ്ടുള്ളൂ, വേറൊന്നും കണ്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഈ ആപ്ലിക്കേഷനിൽ കയറി രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഓക്കെ, അസ്സലാമു അലൈക്കും.